തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ വരുന്നു. കിഫ്ബി, കില ഫണ്ടുകളുടെ സഹായത്തോടെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, അറബി പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. ഒന്നാം സ്ഥാനം നേടിയതോടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ അർഹത നേടി. തിരുവനന്തപുരം അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ആദിവാസികൾ ശബരിമലയിലേക്ക്. 143 ആദിവാസികളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവരുടെ കെട്ടുനിറയ്ക്കൽ ചടങ്ങ് കോട്ടൂർ മുണ്ടണിമാടൻ ക്ഷേത്രത്തിൽ നടന്നു. പാലക്കാട് പഴയന്നൂർ പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി ലഭിക്കാത്തതിനാൽ 30ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം നടത്തി. മലപ്പുറം പൂക്കോട്ടുംപാടത്ത് റബ്ബർ പുരയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. 3000ഓളം റബ്ബർ ഷീറ്റുകൾ കത്തി നശിച്ചു. ഉള്ളാട് സ്വദേശി മധുരാജിന്റെ റബ്ബർ ഷീറ്റ് പുരയ്ക്കാണ് തീപിടിച്ചത്. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്.